ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കീസിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കുക്കീസ് വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ ഓവൻ ഇല്ലാതെയുള്ള കുക്കീസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു കുക്കീസ്. ഇത് ഞാൻ ഓവനിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. അതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ള് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ കുക്കീസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ക്രംസ് പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടങ്ങ് കുഴഞ്ഞു വന്നോളും. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം കളറൊന്നും ചേർക്കാതെ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന കുക്കീസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളത് എടുത്ത് മാറ്റാം. എന്നിട്ട് അത് വീണ്ടും റോൾ ചെയ്ത് നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓവൻ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ്. ഇതിനി ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റാണ് 170 ഡിഗ്രിയിൽ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ബാക്കിയുള്ള മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒരു 1-2 ടീസ്പൂൺ കൊക്കോ പൗഡർ മതിയാവും. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് റെഡ് കളറിൽ ചെയ്യാനായിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള മാവും അല്ലാതെ കുക്കി ഡോ കൂടെ ചേർത്തിട്ട് റെഡ് കളറും ചേർത്തിട്ട് റെഡ് കളറിലും പിന്നെ ഗ്രീൻ കളറിലും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെച്ചത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അത് മാറ്റിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രീൻ കളറ് ക്രിസ്മസ് ട്രീ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് ഐസിങ് ഷുഗറിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് ക്രാക്ഡ് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ബോൾസ് ആക്കിയിട്ട് ഐസിങ് ഷുഗറിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അത് ബേക്കായി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പരന്നിട്ട് ക്രാക്സ് വീണിട്ട് കിട്ടും. കുക്കീസ് എല്ലാം ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കീസ് എല്ലാം ബേക്ക് ചെയ്തിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ജാം വേണമെങ്കിൽ അത് വയ്ക്കാം. ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ ബട്ടർ ക്രീം വേണമെങ്കിൽ അതും ഫില്ല് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലാതെ ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ കുക്കീസായിട്ട് മാത്രം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ചോക്ലേറ്റ് കുക്കീസിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കുക്കീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറിൽ കുറച്ച് ബട്ടർ ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ക്രാക്ക്ഡ് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള കുക്കീസും ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുക്കീസാണ്. നമുക്ക് ഒരു മാവ് വെച്ചിട്ട് തന്നെ ഇത്രയും കുക്കീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. പല ഷേപ്പിലും പല കളറിലും ഒക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കുക്കീസ് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്